മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ കവളിയോട്ട് വയലിൽ 5 പേരുടെ കൂട്ടായ്മയിൽ വിളഞ്ഞത് 100 മേനി. തരിശായി കിടന്ന 3 ഏക്കർ പാടത്ത് കവളിയോട്ടുചാൽ ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത് എം സുരേഷ് ബാബു, എം രാജൻ, കെ പ്രേമരാജൻ, ടി ചന്ദ്രൻ, കെ ചന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ്. കവളിയോട്ട് വയലിന്റെ വരമ്പിൽ ആവേശത്തോടെ നിരന്ന ഗ്രാമവാസികളുടെ സാന്നിധ്യത്തിൽ മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിനോദ് കുമാർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വിപണി ലഭിക്കുന്നില്ല എന്നതാണ് പലരെയും കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇത് പരിഹരിക്കാൻ മയ്യിൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ആഴ്ച ചന്തകൾ തുടങ്ങാനുള്ള ആലോചന നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു. എം സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി സന്ധ്യ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വായനശാല പ്രസിഡന്റ് ടി പ്രദീപൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. കവളിയോട്ട് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കവളിയോട്ട് വയലിൽ കൃഷി ചെയ്ത കൂട്ടായ്മയിലെ ആളുകളാണ് ഇവർ. 5 പേരാണ് ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റേ 2 പേര് മറ്റു ചില ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ കൊയ്ത്തുത്സവം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഇവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് എം രാജൻ, കെ പ്രേമരാജൻ, ടി ചന്ദ്രൻ. പ്രേരണ എന്താണ് ഇങ്ങനെ ഒരു ഈ കൃഷിയിലേക്ക് വായനശാലയുടെ നേതൃത്വത്തിൽ ഇറങ്ങാനൊരു പ്രചോദനം? നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. ഒന്നും ചെയ്യാണ്ടിരിക്കുന്നില്ല, ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ കൃഷിയില്ല. കൃഷിയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെ ദശാരി കിടക്കുന്നു. അപ്പൊ കണ്ടപ്പോ നമുക്ക് ഇതൊന്നും ചെയ്യാന്നൊരു തോന്നി. ഈ രമേശനാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നോക്കിയാലോ. നിങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊരാളാണ് പഴയ മെമ്പർ കെ ചന്ദ്രമാഷ് ഇപ്പം നാട്ടിലില്ല. അവർ രണ്ടാളും ഇല്ലാത്ത. അപ്പൊ അങ്ങനെ രമേശൻ തുടക്കത്തിൽ നമ്മളോടിങ്ങനെ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു നെൽകൃഷി ആരംഭിച്ചാലോ. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് അപ്പൊ ആദ്യം കെ പി സുരേന്ദ്രൻ മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവര് ഇതിന്റെ സാങ്കേതിക വിഷമം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന 12 പേര് ആദ്യം തയ്യാറായി, 7 പേര് പിന്നെ അവര് മറ്റൊരു ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അത് തിരക്കായതുകൊണ്ട് അവർക്ക് ഇരുന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിഞ്ഞു. പിന്നെ നമ്മൾ 5 ആൾക്കാരെ മാത്രമായി. പ്രേമാട്ടൻ ക്ഷീരകർഷകനാണ്. മികച്ച ക്ഷീരകർഷകനുള്ള പഞ്ചായത്തിൽ അവാർഡ് കിട്ടിയതാണ്. മിക്കവാറും ദിവസങ്ങളിൽ വയലിൽ തന്നെയാണ്. പ്രേമട്ട, ഇതിന്റെ ഒരു അനുഭവം സാധാരണ വീട്ടിൽ നിന്നുള്ള കൃഷി പോലെ അല്ലല്ലോ ഇത്. അതെ, ഞാൻ ഇതിന്റെ അകത്തുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലം എനിക്ക് പിന്നെ ഞാൻ നാറാ സ്വദേശിയാണ്. ഞാനിവിടെ മയ്യില് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ വീടെടുത്ത് താമസിച്ചിട്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ നാട്ടിന്റെ ഒരു ഭാഗമായി ഇപ്പം എനിക്ക് മാറാൻ വേണ്ടി ഇപ്പൊ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ ചെറിയ കാലത്ത് എന്റെ വീട്ടിൽ ഒരു ദിവസങ്ങളോളം കൊയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ 2 മാസത്തോളം ഏകദേശം കൊയ്ത്ത് നടന്ന ഒരു വലിയ ഇതാണ്. നമുക്ക് പണ്ടത്തെ ഇത് പറയും മറ്റേ ഇതിലുള്ള ഒരു വീട്ടിലാണ് എന്റെ ജനനം. അങ്ങനെ അതുകൊണ്ട് തന്നെ കൃഷിയോട് എനിക്ക് വലിയൊരു താല്പര്യം നേരത്തെയുണ്ട്. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളില്ലത് കൊണ്ട് ഇപ്പം എന്റെ ജോലിന്റെ സാധ്യതകളായിട്ട് ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഞാൻ തിരിച്ചു ഇവിടെ വന്നതിന് ശേഷം ഈ കൃഷിയിൽ എന്റെ ഇഷ്ടം കൊണ്ട് ഇതിൽ വ്യാപൃതനാവുകയാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ ക്ഷീരകർഷകനായിട്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ക്ഷീരകർഷകൻ അതിന് പശുവിന് നമുക്ക് പുല്ല് വേണം. അപ്പൊ ആ പുല്ലിനെല്ലാം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അത് എന്റെ മനസ്സിൽ എനിക്കൊരു ആശയം തോന്നി. നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് മെച്ചം വെച്ച് കഴിഞ്ഞാൽ ആ പുല്ല് നമ്മൾ പശുവിന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ഷീരമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രതിസന്ധിയോടുകൂടിയേ പോകുന്നു. എല്ലാ സാധനങ്ങളും ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകളെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എപ്പം വില കൂടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പശുവിന് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ അകത്ത് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അരിയും കൂടി കിട്ടും. അത് അരി അതിന്റെ തവിട് അതിന്റെ പുല്ല് ഇതിലുള്ള പശുക്കൾക്ക് പറ്റും. അരി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇന്നത്തെ സാധനങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരുന്നത് കംപ്ലീറ്റും
ഇതായിട്ടുള്ള സംഗതിയാണ്. അതായത് ഇപ്പൊ കൃത്രിമം ഇതായിട്ടുള്ള ഇതാണ് നമുക്ക് ഒറിജിനൽ സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് അത് പിന്നെ ചെയ്യാനും വേണ്ടി പറ്റും. ചന്ദ്രേട്ട ഇത് എത്ര 3 ഏക്കറിലാണ് ഇത്? 3 ഏക്കർ. ചന്ദ്രേട്ട അല്ലെങ്കിൽ കൃഷി എന്റെ ഇല്ല, ഒരു കാലത്ത് നെയ്ത്ത് തൊഴിലാളിയാണ്. ആ നെയ്ത്ത് തൊഴിലാളിന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത് തുടങ്ങിയത്. കുറച്ചു കൊല്ലമായി ഞാൻ ഈ രംഗത്ത്. ഇത് അല്ല നിങ്ങളും മാത്രമാണോ ഇത് ചെയ്യാൻ പോയത്, പണിയൊക്കെ ചെയ്യാൻ പോയത്? അല്ല പുറമേ ആളുകളെ അല്ല, അത് പിന്നെ നാട്ടിയെല്ലാം ഇത് പുറത്തുള്ള തൊഴിലാളികള്. നമ്മള് മറ്റു ആണിയെടുക്കല്, കളവറി എല്ലാം നമ്മള് ഒറ്റക്ക് ആണിയെടുക്കല്, അത് ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കൂലേ? നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മറ്റേ ഇപ്പൊ അത്യാവശ്യം അല്ല മറ്റേ സ്ഥലത്ത് ചെയ്യാൻ പറ്റും ഇപ്പം ആണെങ്കിൽ ഇനി കൃഷി വകുപ്പിന്റെ സഹായങ്ങള് കൃഷി വകുപ്പിന്റെ സഹായങ്ങൾ ഇതുവരെ നമുക്ക് ആയില്ല. അതിനിപ്പോ നമ്മളൊരു അതിന് എന്തായാലും നെൽകൃഷിക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മൾ പ്രധാനപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൃഷിയിനപ്പുറം നമ്മളെ കൂടെ പുറത്തുനിന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെയും കൂടി നമുക്ക് സംരക്ഷിക്കാൻ നമ്മളെ കൃഷിയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിശല്യം കൊണ്ട് പിന്നെ നമ്മളെ വയലിലെ കൃഷി പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉപേക്ഷിച്ച പിന്നെ പന്നിശല്യം അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളത് നമ്മൾ ആലോചനയിൽ വന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതിന്റെ ചുറ്റുപാടും ഒരുപാട് പിന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും കൂടി അതിനെ സംരക്ഷിക്കേണ്ട അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ട ഇതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റും പിന്നെ അതിന് വേലി കെട്ടുകയും സ്വന്തം തന്നെ അത് പുറത്തുനിന്ന് ആളെ കൂട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് പിന്നെ നമ്മൾ ഗ്രീൻ ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഈ ചുറ്റും ഈ വയലിന് ചുറ്റും നമ്മൾ പിന്നെ ഇത് കെട്ടിയത് കൊണ്ടാണ് പന്നി ഇതുവരെ പിന്നെ കയറാഞ്ഞത്. അതാണ് കൃഷി നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചത്. പലരും ഇത് കണ്ടു. എനിക്ക് ഈ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ കാണും. മറ്റ് വായനശാലകളിലോ ഉള്ളവരോടും അല്ലാതെ ഇങ്ങനെയുള്ളവരോടും മാറി നിൽക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? ഇത് മാറി നിൽക്കുന്നവരോട് ഇതിലേക്ക് വരണം തന്നെയാണ് നമുക്ക് എല്ലാവരും പറയാനുള്ളത്. എല്ലാരും കൂടി വന്നാലേ ഇത് വിജയിക്കൂ. അല്ല, ഇത് ഒരു മടിച്ചു നിൽക്കണ്ട എന്നാണ്. ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ നമ്മള് ചന്ദ്രേട്ടൻ പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും. പക്ഷെ നമുക്കതൊരു സന്തോഷമാണ്. നമ്മളെ ഭക്ഷണം നമ്മൾ തന്നെ തയ്യാറാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്ത് വിജയിപ്പിക്കും ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ഇടവേളകളിലാണ് നമ്മൾ അധികം ചെയ്യില്ല. ഫുൾ ടൈം ഒന്നും അല്ല ഇതിന്റെ അകത്തില്ല. ഒരു കാര്യം കൂടി, നിങ്ങളിത് ചെയ്ത് ഇത്ര ആവുന്നതിനിടയിൽ ഇതൊക്കെ കണ്ട സമയത്ത് നമുക്കും കൂടായിരുന്നു ആരെങ്കിലും പിന്നെ പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കൃഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെല്ല് പിന്നെ നമ്മള് അതിന് കതിരിട്ട് അതിനുശേഷം അതിൻ്റെ അകത്ത് ഈ മൂരാന്റെ സമയം, അതായത് പിന്നെ അതിന്റെ വിളവെടുക്കുന്ന സമയത്ത് അതിന്റെ ഈ കണ്ടത്തിന്റെ വരമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്, അപ്പൊ നമുക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിയാതെ വലിയ വിഷമമുണ്ട് എന്ന് നമുക്ക് നമ്മളോട് പറഞ്ഞു. അതെ അതെ അത് അങ്ങനെ നമ്മൾ അവർക്ക് അങ്ങനെയുള്ള ഇത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ നമ്മൾ ഇതിലൂടെ കൊടുക്കുമെന്ന്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. നമ്മൾ കൃത്രിമില്ലാത്ത ഭക്ഷണം നമ്മള് എല്ലാം വിട്ടെറിഞ്ഞിട്ടെന്നല്ല, നമ്മളെ ഒഴിവ് സമയത്ത് കൃഷി നടത്താൻ ആവില്ല. അല്ല, ഇത് ഒരു ദിവസത്തെ ഒരു മോട്ടിവേഷൻ ട്രെയിനിങ്ങോ കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആണ് ഇത് ഈ ആളുകൾ ഇത് കാണുന്നത്. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ചെറിയ ചെറിയ പാടശേഖരങ്ങളുണ്ട്. ആ ഒരുപാട് പാടശേഖരങ്ങൾ ഇങ്ങനെ പിന്നെ ഇത് തരിശായി കിടക്കും. അപ്പൊ ഈ തരിശായ പിന്നെ ഇത് പാടശേഖരങ്ങൾ നമ്മളെ പ്രദേശത്തുള്ള ഇനി വരുന്ന തലമുറ, അതായത് പിന്നെ കുട്ടികളായാലും അവർക്ക് അവരുടേതായ ഒരു പിന്നെ ചെറിയ പിന്നെ ഭാഗങ്ങളാക്കി അവര് പിന്നെ പച്ചക്കറി ആയാലും നെൽകൃഷി ആയാലും മറ്റ് പിന്നെ കിഴങ്ങ് കൃഷി ആയാലും ഇങ്ങനെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിന്റെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മളെ നാട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പിന്നെ മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിക്ക് എല്ലാവിധ ഇപ്പൊ കൊയ്ത്തുത്സവം കഴിഞ്ഞ അടുത്ത ദിവസം ഇത് കൊയ്യും അല്ലെ? അപ്പൊ ഇനി അടുത്ത ഇത് തുടരുമല്ലോ, അതിന് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കവളിയോട്ട് വയലിൽ ഈ കൂട്ടായ്മ കൃഷി ചെയ്തതിന്റെ കൊയ്ത്തുത്സവമായിരുന്നു ഇന്ന്. അടുത്ത ദിവസങ്ങളിൽ ഇത് കൊയ്യും. ഈ വായനശാല നേതൃത്വം നൽകിയ ജനകീയ വായനശാല നേതൃത്വം നൽകിയ ഈ പരിപാടി മറ്റ് വായനശാലകൾക്കും മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാടകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു.
പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.